നമുക്കറിയാം, ഇന്ത്യയുടെ ശത്രുക്കൾ പിടിമുറുക്കിയിരിക്കുന്ന സമയമാണ് ബംഗ്ലാദേശിൽ. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിനും അത് അപകടമാണ്. മീഡിയവും മാധ്യമവും ഒക്കെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മത ആശയം, ആ ആശയത്തിന്റെ ലക്ഷ്യം തന്നെ ഇസ്ലാമിക ലോകം സൃഷ്ടിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും ഒരൊറ്റ ഭരണം, ശരീഅത്ത് ഭരണം വരണം. അങ്ങനെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അത് അവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യം അതാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഇപ്പോൾ ഈ പരുവത്തിലാക്കി ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് അവിടുത്തെ ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തിയത്. ഈ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനക്ഷേമം ഒരു പ്രശ്നമേ അല്ല, ജനങ്ങളെ കൊല്ലുന്നതും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് പ്രശ്നം ഇസ്ലാമിക ഭരണം മാത്രമാണ്. തോക്കിൻ മുനയിലൂടെ വിപ്ലവം കൊണ്ടുവന്ന് ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കാൻ അവരുടെ ലക്ഷ്യം. ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണമായി മാറിയിരിക്കുന്നത്. ഇത്തരം ജമാഅത്ത് ഇസ്ലാമിമാർ പുതിയതായി രൂപപ്പെടുന്നു എന്നതിന് തെളിവാണ് ഈ വൃത്തികെട്ടവന്റെ പ്രസ്താവന. ഇങ്ങ് വന്നാ മതി, ഞങ്ങൾ നിനക്കങ്ങ് മുറിച്ചു തരാം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ധീരനായ ദേശാഭിമാനിയെ ആസാമിൽ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ആസാമാണ്. ഈ സംസ്ഥാനങ്ങളുടെ മേൽ ഒരു കണ്ണ് വയ്ക്കാൻ ഏറ്റവും സുപ്രധാനമായ തന്ത്രപ്രധാനമായ ഇടം ആസാമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയെ RSS ഞോണ്ടിയെടുത്തത്. അവർക്ക് വേണം അങ്ങനെ തന്റെ ഇടമുള്ള ഒരു നേതാവിനെ. ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു, ഇങ്ങോട്ട് വാടാ മോനെ, കാണിച്ചു തരാം. യഥാർത്ഥത്തിൽ ഇത്തരം ധീരദേശാഭിമാനികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ബലം. ബംഗ്ലാദേശിലെ ഇത്തരം ഞാഞ്ഞൂലുകൾക്ക് ഇങ്ങനെ നാക്കു പൊന്താൻ കഴിയുന്നത് പോലും നമ്മളുടെ ഔദാര്യം കൊണ്ട്. നമ്മൾ സമാധാനപ്രിയരാണ്. ഇങ്ങനെ നാക്കുയർത്താൻ അനുവദിക്കാൻ പാടുള്ളതല്ല. എത്ര കാലം ഉണ്ടാവും ബംഗ്ലാദേശി രൂപത്തിൽ നമുക്കറിയില്ല. അവരുടെ പ്രശ്നം ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ്.